അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെന്ന നിലയിൽ നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് ഒരുപാട് കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ട നിലയിലാണ്. ഒരാളെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, അങ്ങനെ സൃഷ്ടിക്കുകയുമില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടാതെ, ഒരു കാരണം കൂടാതെ, യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇല്ലാത്തവണ്ണം വെറുതെ നിങ്ങളങ്ങ് സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായും സൃഷ്ടാവായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും ഉണ്ട്. ഒരിക്കൽ മഹാനായ സ്വഹാബി മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ മുആദ് അൽ തദ്രി ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, തന്റെ അടിമകൾക്ക് സൃഷ്ടാവായ റബ്ബിനോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് മുആദ് നിനക്കറിയുമോ? ഇതാണ് പ്രവാചകൻ ചോദിച്ചത്. മുആദ് റളിയല്ലാഹു പറഞ്ഞു, മുആദ് റളിയല്ലാഹു പറയാണ്, ഖുൽതു അല്ലാഹു റസൂലു അഅലം, അല്ലാഹുവും അവന്റെ പ്രവാചകനായ റസൂലെ താങ്കൾക്കുമാണ് അത് അറിയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ യഅ്ബുദു വലാ യുശ്രികൂ ബിഹി ഷൈആ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ യഅ്ബുദു വലാ യുശ്രികൂ ബിഹി ഷൈആ. തീർച്ചയായും അടിമകളായ നമുക്ക് സൃഷ്ടാവായ റബ്ബിനോടുള്ള ബാധ്യത യഅ്ബുദു, അവൻ ആരാധിക്കുക എന്നുള്ളതാണ്. തീർന്നില്ല, രണ്ടാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വലാ യുശ്രികൂ ബിഹി ഷൈആ, ഒരു കാര്യത്തിലും ആ ആരാധനയിൽ അല്ലാഹുവിനോട് യാതൊന്നിനോടും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതും സൃഷ്ടികളായ നമുക്ക്, മനുഷ്യരായ നമുക്ക് നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബിനോടുള്ള ബാധ്യതയാണ് എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആരാധനക്ക് അല്ലാഹ് മാത്രമാണ് എന്ന കാര്യം. രണ്ടാമത് പഠിപ്പിച്ചത്, ആ ആരാധനയിൽ ഒരാളെയും കൂറുകാരെ പങ്കാളികളെ ചേർക്കാതിരിക്കുക എന്നുള്ളതും നമുക്ക് പടച്ച റബ്ബിനോടുള്ള ബാധ്യതയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വഹഖുൽ ഇബാദ അലല്ലാഹ്, എന്നാൽ അല്ലാഹ്ക്ക് തന്റെ സൃഷ്ടികളായ ആളുകളോട് കടമയുടെ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന് അവന്റെ അടിമകളായ നമ്മോട് ചില ബാധ്യതയുണ്ട്. അതെന്താണ്? അല്ലാ യുഅദ്ദിബു അല്ലാ യുശ്രികൂ ബിഹി ഷൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതും പരമകാരുണ്യകനായ റബ്ബ്, ആ റബ്ബിന് നമ്മോടുള്ള കടമയാണ്, ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, വലിയ മഹത്തായ രണ്ട് സന്ദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മഹത്തായ ഈ ഒരു ഹദീസിലൂടെ, ചെറിയ ഈ ഒരു വാചകത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആനിലും ഇതിനോട് സമാനമായ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ റസ്സാഖു ബിൽ ഖുവ്വത്തിൽ മതീൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, എനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഖുർആൻ പറയുന്നത്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അല്ലാഹുവിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപജീവനമോ ഭക്ഷണമോ നൽകാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം റബ്ബിനില്ല. കാരണം അല്ലാഹു തന്നെ അതിന് ഏറ്റവും പ്രബലനും ശക്തനുമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷിതാവായ റബ്ബിനോടുള്ള ബാധ്യത അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതും, ആ ഇബാദത്തിൽ, ആ ആരാധനാ കർമ്മങ്ങളിൽ ഒരാളെ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതും ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു സന്ദേശം നൽകാൻ എത്ര പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഒരുപാട് പ്രവാചകന്മാരെ
ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ് ഈ ഒരു മഹത്തായ സന്ദേശമായിക്കൊണ്ട് മനുഷ്യരിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദൂതന്മാരായിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിലാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. കാരണം നമ്മുടെ മുസ്ലിം സമൂഹം ഭിന്നിച്ചു പോയതുപോലും ഈ ഒരു വിഷയത്തിലാണ്, ആരാധനയുടെ വിഷയത്തിലാണ്, പ്രാർത്ഥനയുടെ വിഷയത്തിലാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അത് അംഗീകരിക്കണമെന്നാണല്ലോ ഒരു മുഅ്മിനീന്റെ കടമ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅതിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നാം ശ്രദ്ധിക്കണം. യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നല്ല പറഞ്ഞ, ഈമാനുള്ള, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, മരണാനന്തര ജീവിതത്തെ കുറിച്ച് ബോധമുള്ള, മരണത്തെ സംബന്ധിച്ച് ബോധമുള്ള, പാരത്രിക ലോകത്തെ പറ്റി ബോധമുള്ള, അങ്ങനെയുള്ള എല്ലാ നിലക്കും റബ്ബിൽ വിശ്വസിക്കുന്ന, സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ അത്തിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നാൽ പിന്നീട് പറയുന്നു, വല്ല കാര്യത്തിലും മതപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, അല്ലെ, മതപരമായ വിഷയത്തിൽ, ദീനീപരമായ വിഷയത്തിൽ, ഇസ്ലാമികപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് മടക്കേണ്ടത്. അള്ളാഹിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ സംശയമില്ല, വിശുദ്ധ ഖുർആൻ, അള്ളാഹിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു, ഇതാണ് നോക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്, അതാണ് റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യയിലേക്ക്, സുന്നത്തിലേക്ക് മടക്കുക എന്നുള്ളതാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഏറ്റവും നല്ല കാര്യവും ഏറ്റവും നല്ല പര്യവസാനവും അത് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായതര കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട നിലപാട് വിശുദ്ധ ഖുർആൻ അതെന്ത് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിഷയത്തിൽ എന്താണ് നമ്മെ പഠിപ്പിച്ചത്, ഈ കാര്യങ്ങളിലേക്കാണ് എന്നാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പടച്ചറപ്പ് നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിച്ചാൽ, മുഅ്മിനായ ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീയാവട്ടെ, എന്ത് പാടില്ല, പിന്നെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം അവന് പാടില്ല. പടച്ചറപ്പ് ഒരു കാര്യം തീരുമാനിച്ചാൽ, വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വതന്ത്രമായ എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. റസൂൽ പറഞ്ഞ ഈ കാര്യം എനിക്ക് അല്ലാഹു നൽകി ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമോ, അതല്ലെങ്കിൽ അങ്ങനെ പല നിലക്കും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെങ്കിലും പടച്ചറപ്പ് ഒരു കാര്യം വിധിച്ചാൽ, തീരുമാനിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ടടക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ അവൻ വ്യക്തമായ വഴികേടിലാണ്. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ, ധിക്കാരം കാണിച്ചാൽ തീർച്ചയായും അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് നേരായ മാർഗത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ, അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തരുന്നത്, അതാണ് ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ട വചനം. ഖുതുബയുടെ തുടക്കത്തിൽ യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മഹാജനങ്ങളെ. യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നല്ല ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല പറയുന്നത്, യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല പറയുന്നത്, മറിച്ച് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരായി പിറന്ന മനുഷ്യ സമൂഹമേ. എന്താണ് മനുഷ്യരോട് പറയുന്നത്? ഉബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം.
ഇങ്ങനെയുള്ള രക്ഷിതാവാണ്. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. തീർന്നില്ല, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെയും നിങ്ങളെയും നിങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ തലമുറകളിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി. ശേഷം പടച്ചറപ്പ് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. ആ വാചകമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരാളെ സൃഷ്ടാവായി ഗണിക്കുമ്പോൾ ആ സൃഷ്ടാവായ റബ്ബിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഒരു വസ്തുവിനെ, നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അവരെല്ലാത്തിനും സമ്പൂർണനായിരിക്കണം, പരിപൂർണനായിരിക്കണം, ശക്തനായിരിക്കണം, എല്ലാത്തിനും കൈവിട്ടനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളോടല്ലേ നമുക്ക് തേടാനുള്ള അധികാരമുള്ളൂ. നമ്മളെക്കാൾ ദുർബലരായ, നമ്മളത്ര കഴിവില്ലാത്ത ഒരാളോട് നമ്മൾ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ പടച്ച റബ്ബിന് മാത്രം സാധ്യമാകുന്ന, അള്ളാഹ്ക്ക് മാത്രം അർഹമാകുന്ന, ഒരാൾക്കും സാധിക്കാത്ത, പടച്ച റബ്ബിന് മാത്രം സവിശേഷമാർന്ന കാര്യങ്ങളാണ് ശേഷം അല്ലാഹ് പറയുന്നത്. എന്താണ് അല്ലാഹ് പറയുന്നത്? ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅലകുൽ അർള ഫിറാശ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ മെത്തയാക്കി തീർത്തു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് ഒരു മേൽക്കൂരയാക്കി തീർത്തു. മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഈ ഭൂമിയെ വിധാനിച്ചു തന്നു. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ആകാശലോകത്തെ ഒരു അവലംബമാക്കി തീർക്കുകയും ചെയ്തു. എന്നിട്ട് വഅൻസല മിനസ്സമാഇ മാഅ, ആ വാനലോകത്തിൽ നിന്ന് മനുഷ്യർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം അവൻ ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ സസ്യലതാദികൾ അവൻ മുളപ്പിച്ചു തന്നു. 4 കാര്യം അല്ലേ? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ, എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുന്നത്, മഴ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ പഠിച്ച തത്വപ്രകാരം മഴ ഉണ്ടാക്കാൻ ആർക്കാണ് കഴിയുക? അല്ലെ? വെള്ളമില്ലാതെ എത്രയോ വർഷങ്ങള്, ആളുകൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, കഴിഞ്ഞ തവണയൊക്കെ ആളുകളാകെ പ്രയാസപ്പെട്ടു പോയിരുന്നു, പേടിച്ചു പോയിരുന്നു. അല്ലേ? നമ്മള് വെള്ളമുണ്ടാവുന്നത് എങ്ങനെ എന്ന് സ്കൂളിൽ പഠിച്ച ആ തത്വപ്രകാരം, ആ സയൻസ് പ്രകാരം വെള്ളമുണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? ഇതാണ് ഖുർആൻ പറയുന്നത്. ആകാശ ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമായ വെള്ളം അവൻ ഇറക്കി തരുന്നു. ആ വെള്ളം ലഭിക്കുമ്പോൾ അതുവരെ വരണ്ട ഭൂമിക്ക് ജീവൻ നൽകുകയും അതിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു പൊന്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് എല്ലാ നിലക്കും ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഈ ഭൂമി അവൻ വിധാനിച്ചു തന്നു. ഇതൊക്കെ റബ്ബിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്, ലോകത്തൊരാൾക്കും സാധ്യമാകാത്ത കാര്യമാണ്. അതാണ് അല്ലാഹ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പടച്ച റബ്ബിനുണ്ടാവുന്ന ക്വാളിറ്റികൾ മാത്രമാണ് ശേഷം അല്ലാഹ് പറയുന്നത്. ആ ആയത്ത് അങ്ങനെയല്ല അവസാനിക്കുന്നത്, മറിച്ച് പടച്ച റബ്ബ് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ ഒരിക്കലും ഇതെല്ലാം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഒരിക്കലും പരമകാരുണ്യകനായ റബ്ബിനെ നിങ്ങൾ ഒരിക്കലും തുല്യന്മാരെ, പങ്കുകാരെ, കൂറുകാരെ നിങ്ങൾ ഒരിക്കലും ആക്കി തീർക്കരുത്. ഇതാണ് ഖുർആൻ പറയുന്നത്. കാരണം ഇത് റബ്ബിനാണ് സാധിക്കുന്നെങ്കിൽ ആ റബ്ബിന്റെ മുമ്പിലായിരിക്കണം നാം സാഷ്ടാംഗം ചെയ്യേണ്ടത്, ആ റബ്ബിനോടായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്, ആ റബ്ബിനായിരിക്കണം നമ്മൾ സർവ്വതും അർപ്പിക്കേണ്ടത്. അത് റബ്ബല്ലാത്ത ആർക്ക് നൽകിയാലും അത് റബ്ബിന് കൂറുകാരെ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ചാലുള്ള ദുരന്തം എന്താണ്? അവർ നരകത്തെ സൂക്ഷിച്ചുകൊള്ളണം. ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത്, ആ നരകത്തിലെ വിറക് എന്ന് പറയുന്നത്, ആ നരകത്തെ ആളിക്കത്താൻ സഹായിക്കുന്ന മനുഷ്യരും കല്ലുകളുമാണ്. അവിശ്വാസികളായ, ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും തലതിരിഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് മരിക്കുന്ന ആളുകൾക്ക് ഒരുക്കപ്പെട്ടതാണ് നരകമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിളിച്ചുതേട്ടം, അത് സഹായത്തേട്ടം എന്ന് പേരിട്ടാലും, അർത്ഥന എന്ന് പേരിട്ടാലും, സഹായം ചോദിക്കൽ എന്ന് പേരിട്ടാലും ശരി, സർവ്വതും ഇബാദത്തായിട്ട് അതൊരു ആരാധനയാണ്. അത് റബ്ബിനായിരിക്കണം. സുജൂദ്, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അത് അല്ലാതെ മറ്റാർക്കെങ്കിലും നൽകിയാലും, അല്ലാഹുവിനോടൊപ്പം തന്നെ മറ്റാർക്ക് നൽകിയാലും പ്രിയപ്പെട്ടവരെ അത് ശിർക്കാണ്, കൊടും പാപമാണ്, അപരാധമാണ്. ഒരിക്കലും
അത്രമാത്രം പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ വലിയ ഗൗരവമുള്ള തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഇത് പറയാനാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമൂഹങ്ങളിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പ്രവാചകന്മാർ വന്നത് എന്നല്ലേ? അനിബ്ദുല്ലാഹ്. ആ പ്രവാചകന്മാർ സമൂഹത്തോട് വിളംബരം ചെയ്തത് അനിബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അവിടെ പറഞ്ഞ് നിർത്തിയിട്ടില്ല. തൗഹീദുകളെ നിങ്ങൾ വെടിയുകയും ചെയ്യണം. അപ്പൊ നമുക്ക് സംശയം, എന്താണ് ഈ തൗഹീദ് എന്നുള്ളത്? പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, തൗഹീദ് എന്ന് പറയുന്നത് അല്ലാഹയല്ലാതെ ആരെയാണോ വിളിച്ചു തേടുന്നത്, ആ വിളിച്ചു തേടപ്പെടുന്ന മുഴുവൻ ശക്തികൾക്കും വ്യക്തികൾക്കും പടപ്പുകൾക്കും പറയുന്ന പേരാണ് തൗഹീദ്. ഇന്ന് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? കല്ല് കരട് കാഞ്ഞിരെ പറ്റി മുതൽ മുള്ളുപുരട് മൂർഖൻ പമ്പ് വരെയുള്ള സർവസ്തുക്കളെയും ആരാധന്മാരായി ഗണിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്? അല്ലേ? എല്ലാം കാണുന്നതൊക്കെ ആരാധന്മാരാണ്, ആൾ ദൈവങ്ങളുടെ ലോകമാണ്. ജീവികളെയും ജന്തുക്കളെയും മനുഷ്യരെ ആരാധിക്കുകയാണ്. മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളെ പോലും ആരാധിക്കുന്ന കാലമാണ്. എന്നാൽ ഇവിടെയാണ് പറയുന്നത്, ഇതൊക്കെ തൗഹീദിന്റെ ഗണത്തിലാണ് പറയുന്നത്. അല്ലാഹ് മാത്രമാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് യജമാനൻ, അവൻ മാത്രമാണ് സമ്പൂർണൻ. ആ പടച്ച റബ്ബിന് നൽകേണ്ട ഒരു പ്രാർത്ഥന സ്ഥാനം തെറ്റിക്കൊണ്ട് റബ്ബിനെല്ലാം ആർക്ക് നൽകിയോ അത് തൗഹീദാണ്. ആ തൗഹീദിനെ നിങ്ങൾ വെടിയണം. അങ്ങനെ ഒരു വസ്തുവിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇത് പറയാനാണ് ലോകത്തിലേക്ക് വന്ന സർവ്വ പ്രവാചകന്മാരും വിളംബരം ചെയ്തത് എന്ന് പടച്ച റബ്ബ് അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹത്തോട് ഉദ്ഘോഷിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വയസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ വല്ല സഹായം തേടുകയാണെങ്കിലും അത് നീ അല്ലാഹുവിനോടായിരിക്കണം ചോദിക്കേണ്ടത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമുക്ക് എന്ത് ചോദിക്കാനും പറയാനും ഒരു സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണ്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇതാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെയും ഒരു ദിവസം 17 തവണ നിർബന്ധമായും അല്ലാതെയും അതിനപ്പുറം ഐച്ഛികമായ നമസ്കാരങ്ങളിലും നാം പറയാറുണ്ട്, ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്താണ് ആ പ്രതിജ്ഞ? ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഇന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഇന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അല്ലേ? എപ്പോഴാണ് പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയും. പടച്ച റബ്ബ്, സർവ്വലോക രക്ഷിതാവായ റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയും. അർറഹ്മാനിർ റഹീം, ഈ പരമകാരുണ്യം കരുണാവാരിണിയുമായ റബ്ബേ നിനക്കാണ് എന്റെ എല്ലാ സർവ്വസ്തുതികളും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലനാളിന്റെ ഉടമസ്ഥനായ ഈ എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം നിശ്ചയിക്കുന്ന ഒരു നാളുണ്ട്. ചെയ്തു പോയ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യമായ പ്രതിഫലം നൽകുന്ന ലോകമുണ്ടെങ്കിൽ അത് പാരത്രിക ലോകമാണ്. ആ ലോകത്തിന്റെ ഉടമയായ റബ്ബേ, അതിൽ ആ സമയത്ത് നീ മാത്രമാണ് അവകാശിയുള്ളത്. ആ പടച്ച റബ്ബേ നിനക്കാവുന്ന സർവസ്തുതിയും. അങ്ങനെ 3 ആയത്തിൽ അല്ലാഹനെ വാഴ്ത്താണ്. ശേഷം അല്ലാഹനോട് പറയാണ്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പറയുന്ന ഒരു മുഅ്മിൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് വെച്ചുത്തി വീഴാൻ പോയാൽ, അതല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അന്ന് ഏതെങ്കിലും ഒരു വാഹനം വരുമ്പോൾ, ചെറിയ അപകടത്തിൽപ്പെടുമ്പോൾ അറിയാതെ മനസ്സിൽ നിന്ന് വരുന്ന തേട്ടം, പതിനീങ്ങളെ കാക്കണേ, തങ്ങളെ എന്റെ കുട്ടിയെ രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇങ്ങനെ അള്ളാന്റെ പടപ്പിലേക്ക് നീങ്ങുകയാണ്. നമസ്കാരത്തിൽ പറഞ്ഞതാവട്ടെ, റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് അള്ളാഹോട് പറഞ്ഞ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് പടപ്പുകളിലേക്ക് നീങ്ങുന്നത്? എത്ര അപരാധമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജാതിരാജനായ കരുണാവാരന്തിയായ ആ പടച്ച റബ്ബിന് നൽകേണ്ട പ്രാർത്ഥന അല്ലാത്തൊരാളോട് നിൽക്കുക എന്നുള്ളത് എത്ര സങ്കടകരമായ ഖേദകരമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇത് പറയുമ്പോൾ പല ആളുകളും പറയുന്നൊരു ന്യായമുണ്ട്. അള്ളാന്റെ ഔലിയാക്കളോടല്ല തേടുന്നത്, അവൻ അള്ളാന്റെ വലിയല്ലേ, അള്ളാന്റെ മിത്രങ്ങളോട് തേടിയാൽ എന്താണ് പ്രശ്നം? അല്ലേ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്.
അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരാണ് വലിയ? ഇത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ വലിയു ഹുവൽ സ്വാലിഹുൽ മുഅ്മിൻ എന്നാണ്, ഹുവൽ മുഅ്മിനു തഖി എന്നാണ് മറ്റു ഹദീസിലുള്ളത്. അൽ വലിയ, വലിയ എന്ന് പറഞ്ഞാൽ ഹുവ മുഅ്മിനു തഖി, തഖ്വയുള്ള മുഅ്മിൻ എന്നാണ്. നല്ല അള്ളാഹിനെ പറ്റി ബോധമുള്ള, ജീവിതത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന, സത്യസന്ധനായി ജീവിക്കുന്ന, അതുപോലെ തന്നെ സത്യം അസത്യം വേർതിരിച്ച് വ്യവച്ഛേദിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തിന്മയിൽ നിന്ന് മാറി അങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന മുഅ്മിനായൊരു മനുഷ്യനാണ് വലിയ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇന്നമാ വലിയുള്ളാഹി വസ്സാലിഹുൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹുവിന്റെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയുള്ളവരായിരിക്കും? സ്വാലിഹുൽ മുഅ്മിനീൻ, നല്ല സൽവൃദ്ധരായ വിശ്വാസികളായിരിക്കും. ഇതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ മിത്രങ്ങൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, അവരൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയുമില്ല. കാരണം എന്താണ്? അവർ പേടിക്കുകയോ ബേജാറാകുകയോ അവർ ഏതെങ്കിലും തരത്തിലുള്ള വ്യസനത്തിൽ ആവുകയോ ചെയ്യേണ്ടതില്ല. കാരണം അല്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്, വകാനൂ യത്തഖൂൻ, അവർ തന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവരുമാണ്. അങ്ങനെ അള്ളാഹിനെ പറ്റി ബോധത്തോടു കൂടി ജീവിച്ചു മരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ പിന്നെ എന്തൊരു കാര്യത്തിനാണ് ടെൻഷൻ ആകേണ്ടത്? ഇതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അവരാണ് മുഅ്മിൻ, അവരാണ് വലിയ, അവരാണ് ഔലിയാക്കൾ എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ ചില ആളുകൾ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നത് കാണാം. എന്നാലും അവരുടെ ബർക്കത്ത് കൊണ്ട് ചോദിച്ചൂടെ? അവർക്ക് കൊടുത്ത കൈയിൽ നിന്നല്ലേ ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട കൈ മുഖേനയാണല്ലോ ചോദിക്കുന്നത്. അതിനെന്താണ് തെറ്റ്? അല്ലേ? വീണ്ടും വീണ്ടും വസ്വാസുകൾ ഇങ്ങനെ ഹൃദയത്തിൽ കടന്നിരിക്കുകയാണ്. ഇബ്ലീസ് പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇളക്കി വിടുകയാണ്. ഓരോരോ സംശയങ്ങളാണ്. നേർക്കുനേരെ അല്ലാഹുവോട് ചോദിക്കാൻ വൈമനസ്യം കാണിക്കുന്ന മനുഷ്യൻ ഏതെങ്കിലും ഔലിയാക്കളോട് ചോദിക്കുന്നതിന് വേണ്ടി അവർ നിരത്തുന്ന ന്യായങ്ങളാണ് പ്രിയപ്പെട്ടവരെ നാം കേൾക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയുന്നുണ്ട്. നോക്കണം നിങ്ങൾ, നാം വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇന്നലെയോ തുടങ്ങിയ വാദങ്ങളാണ് എന്ന്? അല്ല. ഏതൊരു നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ റസൂൽ നൂഹ് നബിയല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞപ്പോൾ നൂഹ് നബിയുടെ കാലഘട്ടത്തിലാണ് പോലുള്ള മഹാന്മാരായ ആളുകൾ അവരെ വിളിച്ചു തേടപ്പെടുന്ന സമയം വന്നപ്പോഴാണ് നൂഹിനെ പ്രവാചകനായി നിയോഗിക്കുന്നത്. വലിയ ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പഠിക്കേണ്ട ചരിത്രമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അത് പടച്ചറപ്പിന് മാത്രമായിരിക്കണം. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ കീഴ്വണക്കം ആരുടെ മുമ്പിലും പാടില്ല, അത് റബ്ബിന് മാത്രമായിരിക്കണം. എന്നാൽ അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അവർ പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഒരു സാമീപ്യത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാഹുവിലേക്ക് ഒരു സാമീപ്യം ഒരു അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഇവരെ വിളിച്ചു തേടുന്നത്. അല്ലേ? അവർ പറയുന്ന ന്യായതാണ്. ഞങ്ങൾ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഇത്തരം ആളുകളെ, നല്ലവരായ സ്വാലിഹ്യങ്ങളായ ആളുകളൊക്കെ വിളിച്ചു തേടുന്നത് പടച്ച റബ്ബിൽ നിന്ന് ഞങ്ങൾക്കൊരു ശുപാർശ കിട്ടാനാണ്, പടച്ച റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. നേർക്കുനേരെ ഒന്നും കൂടെ പടച്ച റബ്ബിനോട് ഒരു കണക്റ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ രൂപത്തിലൊക്കെ അവരെ ആ നിലക്ക് വിളിക്കുന്നത്. കാരണം നമ്മൾ പാപികളല്ലേ? പാപികളായ നമ്മൾ പടച്ച റബ്ബിനോട് നേർക്കുനേരെ ഇങ്ങനെ ചോദിക്കാവോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഔലിയാക്കൾ മുഖാന്തരം ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന് നോക്കൂ. നീ ഖുർആനിന്റെ വചനമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്. അവർ പറയുകയാണ്, ഇങ്ങനെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ, ഔലിയാക്കൾ മിത്രങ്ങളായി സ്വീകരിച്ച ആളുകൾ, ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ ന്യായമാണ് ഖുർആൻ പറയുന്നത്. അവർ പറയും, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് ശുപാർശകരായി വരും, അതിനു വേണ്ടിയാണ് ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നത്. എന്നാൽ ഖുർആൻ അത് ശരിവെക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ് എന്നുള്ളതാണ്.
ഇങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് എന്ന് മാത്രമല്ല പറയുന്നത്, അത് കൊടും പാപമാണ്, പാടില്ല അത്. കാരണം സൃഷ്ടികൾ ചോദിക്കേണ്ടത് ഒരേ ഒരാളോട് മാത്രമാണ്, അത് സൃഷ്ടാവായ റബ്ബിനോട് മാത്രമാണ്. അതിന്റെ ഇടയിൽ ഒരു ഇടയാളന്മാർ ഇല്ല എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ മാത്രമല്ല ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിൽ എത്രയെത്ര പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. രാവിലെ നാം എണീറ്റപ്പോൾ നമ്മൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, പടച്ചറബ്ബേ നിനക്കാണ് സ്തുതി, അൽഹംദുലില്ലാഹി അൽദി അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞിട്ടല്ലേ. ബാത്റൂമിലേക്ക് പോയപ്പോൾ നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ടാണ്. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഗുഫ്രാനക് എന്ന് പറഞ്ഞിട്ടാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു എന്ന് പറഞ്ഞിട്ടാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അവസാനം തന്റെ ബെഡിലേക്ക് നാം നീങ്ങുമ്പോഴും ഏത് പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹുവല്ലാതെ മറ്റൊരാളോട് നമ്മെ പഠിപ്പിച്ചത്? ഒരു പ്രാർത്ഥനയുമില്ല. ഒക്കെ റബ്ബനാ, റബ്ബി, അല്ലാഹുമ്മ, ഇങ്ങനെയായിരിക്കും പ്രാർത്ഥന. ഇതല്ലാത്ത രണ്ടാമത്തെ ഒരു പ്രാർത്ഥന റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ അല്ലാഹ് അല്ലാതെ മറ്റൊരു ശക്തിയിലേക്ക്, മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ മനസ്സ് പോയത്? അതൊരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അമലുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ശിർക്ക് കടന്നു വന്നാൽ നാം ചെയ്ത് കൂട്ടിയ എല്ലാ അമലുകളും ബാത്തിലായി പോയി. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം എത്ര നല്ല ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പ് നോറ്റിട്ടുണ്ടാവും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്ത ആളുകളായിരിക്കാം, ഉംറ ചെയ്ത ആളുകളായിരിക്കാം, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആരാരും കാണാതെ നമസ്കരിച്ചവരായിരിക്കാം. പക്ഷേ അതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ അമലുകളിലും നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ ആരാധനകളിലും അങ്ങനെ അല്ലാഹുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശിർക്ക് കടന്നു വന്നാൽ എല്ലാം ബാത്തിലായി പോയി, എല്ലാം നിഷ്ഫലമായി പോയി. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അതോടുകൂടി ശിർക്ക് ചെയ്തു പോയാൽ അവർ ചെയ്തു പോയ എല്ലാ നന്മകളും എല്ലാ കാര്യങ്ങളും അതോടുകൂടി ബാത്തിലായി പോയി, നിഷ്ഫലമായി പോയി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നാൽ ചില ആളുകൾക്ക് പിന്നൊരു സംശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ എങ്ങനെയാണ് ശിർക്ക് കടന്നു വരിക? നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ ശിർക്ക് വരൂല ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഖുർആനും അതിനും നമുക്ക് നൽകുന്ന മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ കാത് ഓർത്തുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. അവരിൽ മിക്ക ആളുകളും അധിക ആളുകളും അല്ലാഹു വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയല്ലാതെ? അല്ലാഹു ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. അള്ളാഹിനെ പറ്റി വിശ്വാസമുണ്ട്. ആരാണ് നമ്മുടെ സൃഷ്ടാവ്? സംശയമില്ല, അള്ളയാണ്. ആർക്കാണ് നമ്മുടെ ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹ്ക്കാണ്. ആരിലേക്കാണ് നാം അടക്കപ്പെടുന്നത്? അള്ളാഹുവിലേക്കാണ്. നാം മരിച്ചതെന്നാൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നവൻ ആരാണ്? അള്ളയാണ്. നമ്മെ വിചാരണ ചെയ്യുന്നവൻ ആരാണ്? അള്ളയാണ്. ഇതിലൊന്നും സംശയമില്ല. എന്നാൽ അതോടൊപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹനെ അംഗീകരിക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും ചില തേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ചില ചിന്തകളും ഒക്കെ അല്ലാഹുവിലേക്ക് കടന്നു പോകുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത്. അവർ മിക്ക ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അല്ലാഹു ശിർക്ക് ചെയ്തുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തഖൂമുസ് സഅ, അന്തിനാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖു ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ സമൂഹം മുശ്രിക്കീങ്ങളുമായി കൂടി കലരുന്നത് വരെ, വഅത്താ തുഅബദുൽ ഔസാൻ, അവസാനം വിഗ്രഹങ്ങളെ വരെ ആരാധിക്കുന്ന ഒരു കാലം എന്റെ സമൂഹത്തിന് കടന്നു വരാതെ അന്തിനാൾ സംഭവിക്കുകയില്ല. അല്ലേ? വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന കാലത്താണ് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പറയുന്നത്. മറ്റു മതക്കാരെയല്ല, മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും, തീർച്ചയായും അല്ലാഹു വിശ്വസിക്കുകയും തന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്ന് കൂടിക്കലരാതിരിക്കും ചെയ്തവരാരോ അവർ ഉലൈക ലഹുൽ അംൻ, അവർക്കാവുന്ന ഖൈറം വഹും മുഹ്തദൂൻ, അവർ തന്നെയാവുന്ന സന്മാർഗികളായ ആളുകൾ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരങ്ങളിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ അമലുകളിലേക്ക് ഈ അപകടകരമായ ഈ ശിർക്കൻ പ്രവർത്തനം, വിശ്വാസം കടന്നു വരുന്നത്
നാം ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ശരീരങ്ങൾക്ക് കേടുപാടുകൾ പറ്റുന്നത് എത്രമാത്രം ജാഗ്രത കാണിക്കുന്നു. നമ്മുടെ വാഹനം, നമ്മുടെ വീട് എന്തെങ്കിലും ഒരു പോറൽ വെക്കുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ഒരു ബാത്റൂമിന്റെ ഒരു ടൈൽസ് പൊട്ടിയാൽ മതി, അതുപോലെ നാം ശ്രദ്ധിക്കാറുണ്ട്, മാറ്റി വെക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കടന്നു വന്നാൽ അതോടുകൂടി ചെയ്തു പോയ എല്ലാ അമലുകളും അതോടുകൂടി പാഴായി പോകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടായിരിക്കും ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് ലോകത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയും അങ്ങനെ സൽപ്രവർത്തകരായിക്കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും പ്രവർത്തനങ്ങളും ഇബാദത്തുകളും പടച്ചറബിന് മാത്രം നൽകിക്കൊണ്ട് നാം ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു ഒരിക്കലും പാരത്രിക ലോകത്ത് വിജയിക്കൂല. നോക്കൂ നിങ്ങൾ, അത്തരം ആളുകളുടെ പര്യവസാനം നരകമായിരിക്കുമെന്നും നരകത്തിലായിരിക്കും അവന്റെ സ്ഥാനമെന്നുമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ളത് ഈ ലോകത്ത് രണ്ട് ചോയ്സുകളുണ്ട്. ഏത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ള വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ള അവിശ്വസിക്കട്ടെ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവുമില്ല. എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം, നിനക്കെന്താ എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രശ്നമില്ല, അത് ഈ ദുനിയാവിൽ നടക്കും. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് തീർച്ചയായും അക്രമകാരികളായ അക്രം ശിർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടാരം അതിനെ വലയം ചെയ്യും. അതിലേക്ക് ഒരു കുടിനീര് ആവശ്യപ്പെടുന്ന പക്ഷം, വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം, അങ്ങനെ ഉരുക്കിയ ലോഹം പോലെയുള്ള വെള്ളമായിരിക്കും അവന് കുടിപ്പിക്കപ്പെടുക. അതുപോലെ തന്നെ ദുഷിച്ച പാനീയവുമായിരിക്കും, ദുഷിച്ച ഒരിക്കൽ കുടിക്കാൻ കൊള്ളാത്ത വിധത്തിലുള്ള പാനീയവുമായിരിക്കും. അത് എത്ര മോശമായ ദുഷിച്ച വിശ്രമ സ്ഥലമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ആ നരകത്തിന്റെ മാലാഖമാർ വരെ, കാവൽക്കാരായ മലായിക്കകൾ പറയുന്നുണ്ട്, അവർ അവിടെ വെച്ച് ഇങ്ങനെ മുറവിളി കൂട്ടും. നരകത്തിന്റെ ആളുകളെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ മുറവിളി കൂട്ടും. റബ്ബനാ അഖ്റജ്നാ നഅമൽ സാലിഹ, റബ്ബേ നീ ഞങ്ങളിന്ന് പുറത്താക്കിയാൽ ഞങ്ങൾ ഇങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. മുമ്പ് ഞങ്ങൾ ചെയ്തതിനേക്കാൾ വിഭിന്നമായി നല്ല നല്ല സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, ആലോചിക്കുന്നവൻ ആലോചിക്കാൻ മാത്രം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ എന്നുള്ളത് അല്ലേ? ദുനിയാവിൽ നമുക്ക് ആയുസ് നൽകി, ബുദ്ധി നൽകി, എല്ലാ നിലക്കും അറിവ് നൽകി. അത് പഠിപ്പിക്കപ്പെടുന്ന പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട്. ശരിയും തെറ്റും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ നമുക്ക് നൽകി. ഇതാണ് അള്ളാഹ് നമ്മോട് ചോദിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തേ മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? ഇതൊക്കെ അള്ളാഹ് ചോദിക്കും. അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഈ നരകത്തിൽ തന്നെയാണ് നിങ്ങളുടെ സ്ഥാനം. ഒരിക്കലും അക്രമകാരികളായ ആളുകൾക്ക് ഒരിക്കലും ഒരു സഹായം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടലുകളൊക്കെ ഛിന്ന ഭിന്നമായി പോകും, തൊലികളൊക്കെ കരിഞ്ഞമർന്നു പോകും. അവർക്ക് ആകെ കേൾക്കാൻ കഴിയുന്നത് ഗർജനമാണ്, നരകത്തിന്റെ ഗർജനം. ആ നരകത്തിന്റെ അട്ടഹാസമല്ലാതെ ഒന്നും തന്നെ അവർക്ക് കേൾക്കാൻ കഴിയില്ല. ആ നരകത്തിലേക്ക് ഓരോ ആളുകൾ എറിയുമ്പോഴും ഭയങ്കര ഗൗരവന്മാരായ മലായിക്കകൾ വരെ ചോദിക്കുകയാണ്. ഓരോ സംഘത്തെയും നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുമ്പോൾ അതിന്റെ മലായിക്കകൾ അവരോട് ചോദിക്കുകയാണ്, ഹസനത്തുഹാ, കാവൽക്കാരായ മലായിക്കകൾ, അലം യഅതികും നദീർ, എന്തേ നിനക്ക് പിന്നെ താക്കീതുകാരൻ വന്നില്ലേ? എന്തേ ഈ നരകത്തിലെത്താൻ കാരണം? എന്തുകൊണ്ടാണ് ഈ നരകത്തിലേക്ക് എത്തിയത്, പ്രവേശിച്ചത്? നിങ്ങൾക്കിതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ പകർന്നു തരാനും നിങ്ങൾക്ക് എന്തേ താക്കീതുകാരൻ വന്നില്ലേ? ആരാ ചോദിക്കുന്നത്? മലായിക്കകൾ ചോദിക്കും. അവർ പറയും, പക്ഷേ അതെ, ഞങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നു. എന്നാൽ ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു തള്ളി. ഇതൊന്നും ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ മനസ്സുകൾക്ക്, ഞങ്ങളുടെ ചിന്തകൾക്ക്, ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങൾ വിശ്വസിച്ചു പോന്ന ആ വിശ്വാസങ്ങൾക്കും ഉൽച്ചൽപ്പനങ്ങൾക്കും എതിരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊക്കെ വിദൂരമായി ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നായിരിക്കും ആ സമയത്ത് അവർ പറഞ്ഞത്. മാത്രമല്ല അവർ പറയാണ്, وَقُلْنَا مَا نَزَّلَ اللَّهُ مِنْ شَيْءٍ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ مُبِينٍ وَقَالُوا لَوْ كُنَّا نَسْمَعُ أَوْ نَعْقِلُ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് പറയുന്നത് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ,
ഒരിക്കലും ഈ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ല എന്ന് ആ സമയത്ത് ഖേദിച്ചത് കൊണ്ടോ അങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ആ സമയത്ത് മനുഷ്യർ അങ്ങനെ പറയുമെന്നുള്ളതാണ്. കാരണം അത്ര ഭീമാകാരമായിരിക്കും നരകം. അതുകൊണ്ടാണല്ലോ നരകത്തിൽ എന്തില്ല? ജീവിതവുമില്ല, മരണവുമില്ല. ജീവിതം എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ സമാധാനം വേണ്ടേ, കുറച്ച് സ്വസ്ഥത വേണ്ടേ, കുറച്ച് ശാന്തി വേണ്ടേ? എന്നാൽ നരകത്തിലെ ജീവിതത്തിൽ എന്ത് സമാധാനമാണുള്ളത്? എന്നാൽ ഈ ദുരിതപൂർണമായ ജീവിതത്തിൽ അന്ത്യമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ കൊതിച്ചു പോകും. എന്നാൽ അവിടെ മരണമുണ്ടോ? മരണം ഉണ്ടാവൂല. അതുകൊണ്ടാണ് അവിടെ ജീവിതവും മരണവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം നരകത്തെ തൊട്ട് ഒരിക്കലും മനുഷ്യർക്ക് താങ്ങാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അതിഭീകരമായ അവസ്ഥയായിരിക്കും നരകം. പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ചിട്ടയോടുകൂടി ജീവിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അങ്ങനെ സ്വാലിഹായിക്കൊണ്ട് മരണപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെടുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന